അരിപ്പൊടിയും ചിക്കനും ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും കൂടാതെ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. നോമ്പ് തുറക്കുന്ന സമയത്ത് അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ റെസിപ്പി പലരും പല രീതിയിലാവും തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവുക. ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം നന്നായി മാറി വരുന്ന ടൈമിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചുടുവെള്ളമാണ്
കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്നത് പോലെ ഒന്ന് പൊടി വാട്ടിയെടുക്കുക. അതിനുശേഷം മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൈകളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. കുഴച്ചെടുത്ത എല്ലാ മാവും ഇതുപോലെ ചെറിയ പത്തിരിയുടെ ഷേപ്പിലാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് നമുക്ക് ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ തേങ്ങ, ജീരകം, ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതവിടെ നമ്മുടെ ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ അരച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന പത്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പത്തിരി ഉടയാതെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പത്തിരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതുവരെയും ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. ഇനി ഇതൊന്ന് താളിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചുവന്നുള്ളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.